السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ഷെയ്ഖുൽ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ ആണ്ടാണ് ശവ്വാൽ 25. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് നമ്മളെ തൊട്ടെല്ലാം ഖൈറായ പ്രതിഫലം നൽകട്ടെ. അവിടുത്തെ ബർസഖി ജീവിതത്തിൽ വലിയ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളെ സംബന്ധിച്ച് ഷെയ്ഖുൽ മർഹൂം എം.എ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവിടുത്തെ സംയുക്ത കൃതികളിൽ എഴുതിയ അനുസ്മരണ കുറിപ്പ് ഞാനിവിടെ വായിക്കുകയാണ്. പതിയ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെയും വേർപാടിനെ തുടർന്ന് സുന്നി രംഗം ശൂന്യമായെന്ന് പ്രതിയോഗികൾ ധരിച്ചു വശായ ഘട്ടത്തിലാണ് ആത്മാർത്ഥതയുടെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമായി ഇ കെ ഹസൻ മുസ്ലിയാരുടെ രംഗപ്രവേശനം. ഗർജിക്കുന്ന സിംഹമായും ശത്രുപാളയത്തിലേക്ക് ഇരമ്പിക്കയറി അവരെ വ്യാകുലചിത്തരാക്കുന്ന ധീരനായും ഇ കെ ഹസൻ മുസ്ലിയാർ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. ആ പേര് കേൾക്കുമ്പോൾ വിദേഹത്തുകാർ ഇന്നും ഞെട്ടിത്തരിക്കും. 1976 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ഹസൻ മുസ്ലിയാർക്ക് തുല്യൻ ഹസൻ മുസ്ലിയാർ തന്നെയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. സുന്നി യുവജന സംഘത്തെ ബഹുജന പ്രസ്ഥാനമാക്കി തീർക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്സീമമായിരുന്നു. സൂഫി വര്യനായ എഴുത്തച്ഛൻ കണ്ടി കോയട്ടി മുസ്ലിയാരുടെയും ബീവി ഉമ്മയുടെയും 6ാമത്തെ പുത്രനായി 1925 ഹസൻ മുസ്ലിയാർ ജനിച്ചു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ തരീഖത്തിന്റെ ഷെയ്ഖായ ഇ കെ ഉമർ ഹാജി എന്നിവർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരിൽ പ്രധാനികളാണ്. പിതാവിൽ നിന്ന് പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം ചെറുമുക്ക്, കോട്ടുമല, ഇടപ്പള്ളി, തളിപ്പറമ്പ്, പാറക്കടവ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം ബാഖിയാത്തുസ്സാലിഹാത്തിൽ ചെന്ന് ബിരുദം നേടി. പിതാവിന്റെ ഉപദേശപ്രകാരം ബാഖിയാത്തിലെ ജീവിതകാലത്ത് കിതാബുകൾ വിശാലമായി പാരായണം ചെയ്തു. തിരിച്ചുവന്ന് കൊടുവള്ളിക്കടുത്ത് ഈയാട്ടും ഉരുളിക്കുന്നിലും പുത്തൂപ്പാടം, തൃപ്പനച്ചി, ഇരുമ്പുചോല എന്നിവിടങ്ങളിലും ദർസ് നടത്തി. നാട്ടിലെ ചില പ്രമാണിമാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയത് കാരണം ഇരുമ്പുചോല ദർസ് നിർത്തി. പാലക്കാട് ചെന്ന് ജന്നത്തുൽ ഉലൂം അറബി കോളേജ് സ്ഥാപിച്ചു. അവിടെ ദർസ് തുടങ്ങി. 1978 കാസർകോട് ഖാളിയായിരുന്ന എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് പ്രസിദ്ധമായ കാസർകോട് മാലിക് ദീനാർ മസ്ജിദിൽ മുദരിസും ഖാളിയുമായി നിശ്ചയിക്കപ്പെട്ടു. ഖാലിസ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ഉന്നതമായൊരു അറബി കോളേജ് ഉണ്ടാക്കണമെന്നും ഖണ്ഡന പ്രസംഗങ്ങൾക്ക് ആരോടും സമ്മതം ചോദിക്കാതെ പോവുമെന്നും അദ്ദേഹം നിബന്ധന വെച്ചത് പ്രസ്താവ്യമത്രേ. മണിക്കൂറുകളോളം വാദോരാതെ പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു ഹസൻ മുസ്ലിയാർക്ക്. സുന്നി രംഗത്തെ അക്കാലത്തെ മികച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പോരാട്ട രംഗത്ത് എതിരാളികളോട് മമതയോ സഹകരണമോ കാണിക്കാതെ അവരുമായി അകന്നു ജീവിക്കണമെന്ന പൂർവികരുടെ നയം അക്ഷരാർത്ഥത്തിൽ പിന്തുടർന്ന മഹാനായിരുന്നു ഹസൻ മുസ്ലിയാർ. വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗവും അദ്ദേഹത്തിന്റെ ജീവിത ഭാഗമായിരുന്നു. ആത്മാർത്ഥതയുടെ പ്രതീകമായ മഹാമനീഷി തന്റെ വരുമാനത്തിലധികവും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി നീക്കിവെക്കുമായിരുന്നു. സമയത്തിന്റെ വിലയറിഞ്ഞ നേതാവ് രാത്രി സമയങ്ങളിൽ ദീർഘനേരവും വയലിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ഏർപ്പെട്ടാലും അതിരാവിലെ സ്ഥലത്തെത്തി മുടങ്ങാതെ ദർസ് നടത്തുന്നതിൽ മാതൃക സൃഷ്ടിച്ചിരുന്നു. വില പിടിച്ച ആഡംബര വസ്തുക്കളും മറ്റും ഉപേക്ഷിച്ചു ലളിത ജീവിതം നയിക്കുന്നതിൽ ഇ കെ ഹസൻ മുസ്ലിയാർ ഉന്നത മാതൃകയായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ലാളിത്യം അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവമായിരുന്നു. ഉറക്കവും വിശ്രമവും കണക്കിലെടുക്കാതെ ജീവിത നിമിഷങ്ങൾ അത്രയും ദീനീ പ്രവർത്തനത്തിന് ചെലവഴിക്കുക അദ്ദേഹത്തിന്റെ പ്രകൃതമായിരുന്നു. മാരകരോഗം പിടിപെട്ടു മണിപ്പാലിൽ കഴിയുമ്പോൾ ആശ്വാസവചനമായി ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വികാരത്തോടെ അല്ലാതെ കുറിക്കാൻ സാധ്യമല്ല. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശ്വാസങ്ങൾ അത്രയും റബ്ബിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് സമാധാനപ്പെടാമല്ലേ. ഈ വാക്കിൽ സ്വയം ധൈര്യപ്പെടുന്നവർ സമകാലികരിൽ അന്വേഷിച്ചാൽ വളരെ അപൂർവമേ കാണൂ എന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളിയഞ്ചേരിയിൽ വെച്ച് മുജാഹിദ് നേതാവ് അലവി മൗലവിയുമായി നടന്ന വാദപ്രതിവാദത്തിൽ ഖുതുബ പരിഭാഷ പാടില്ലാത്തതാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. ചേകനൂരിന്റെ 3 വക്ത നിസ്കാരവും ചെറുവാടിയിൽ വെച്ച് അദ്ദേഹം തരിപ്പണമാക്കി.
എടത്തറ, കൂരിക്കുഴി, വാരണാക്കര, താനാളൂർ, അലനല്ലൂർ, കൊടിയത്തൂർ, വാഴക്കാട്, നന്ദി, കുറ്റിച്ചിറ മുതലായ സ്ഥലങ്ങളിലും വാദപ്രതിവാദം നടത്തി. ശത്രുവിനെ മുട്ടുകുത്തിച്ച അദ്ദേഹം പുത്തനാശയക്കാരുടെ ശല്യമുണ്ടെന്ന് എഴുതിയ ഒരു പോസ്റ്റ് കാർഡ് ലഭിച്ചാൽ ഉടനെ അവിടെ പാഞ്ഞെത്തി ഖണ്ഡന പ്രസംഗത്തിലോ വാദപ്രതിവാദത്തിലോ ഏർപ്പെടുമായിരുന്നു. കോടതികളിൽ വരുന്ന കേസുകളിൽ ഹാജരാവാൻ അദ്ദേഹത്തെയായിരുന്നു സുന്നികൾ ആശ്രയിച്ചിരുന്നത്. തനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട വിഷയത്തിൽ തന്റെ ഗുരുനാഥന്മാരോട് പോലും കൂസലില്ലാതെ പെരുമാറുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത്. വിവാദ വിഷയങ്ങളിൽ കുറിപ്പുകൾ തയ്യാറാക്കി വെക്കുകയും അത് ഗ്രന്ഥരൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കും വിധം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രധാന ഭാഗം പൂർത്തിയാക്കിയതായി പറഞ്ഞിരുന്നെങ്കിലും ആ അഭിലാഷം പൂർത്തിയാക്കാനായില്ല. അതിനു മുമ്പായി റബ്ബിന്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകേണ്ടി വന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും മുഷാവറയുടെയും എല്ലാം മുൻനിരയിൽ അദ്ദേഹത്തെ കാണാമായിരുന്നു. ജുമുഅ ഖുതുബ, ഖുർആൻ പരിഭാഷ മുതലായ വിഷയങ്ങളിൽ ആധികാരിക ഗ്രന്ഥങ്ങളും ധാരാളം ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നുണ്ട്. സ്വന്തം പത്രാധിപത്യത്തിൽ അൽജലാൽ എന്ന പേരുള്ള ഒരു മാസികയും കുറച്ചുകാലം അദ്ദേഹം നടത്തുകയുണ്ടായി. 1982 ആഗസ്റ്റ് 14 ശവ്വാൽ 25 വഫാത്ത്. പറമ്പിൽ പള്ളി ഖബർസ്ഥാനിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇങ്ങനെയാണ് എം എ ഉസ്താദിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഈ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനരായ ഹസൻ മുസ്ലിയാർ. അള്ളാഹുവിന്റെ ദീൻ എന്നതു മാത്രമാണ് തന്റെ അജണ്ട. വാക്കും പ്രവൃത്തിയുമൊക്കെ മുത്തുനബിന്റെ ഹദീസിൽ വന്നതുപോലെ മൻ അഹബ്ബലില്ല വഅത്താലില്ല വമനഅലില്ല മൻ അഹബ്ബലില്ലാഹി വഅബ്ഗദലില്ലാഹി വഅത്താലില്ലാഹി വമനഅലില്ലാഹി ഫഖദ് ഇസ്തഖബലൽ ഈമാൻ. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിനു വേണ്ടി ദേഷ്യപ്പെടുക, അള്ളാഹുവിനു വേണ്ടി നൽകുക, അള്ളാഹുവിനു വേണ്ടി നൽകാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നിർവഹിച്ചു എന്ന മുത്തുനബിന്റെ ഹദീസിന്റെ പുലർച്ചെയാണ് എ കെ ഹസൻ മുസ്ലിയാർ. അവരുടെ ജീവിതത്തിൽ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ അള്ളാഹുവിനു വേണ്ടി മാത്രമാണ്. പടച്ചവന്റെ പൊരുത്തം, അവന്റെ ദീനിന്റെ യഥാർത്ഥ ആശയങ്ങൾ നിലനിർത്തൽ, ഇതിനേതറ്റം വരെയും ത്യാഗം ചെയ്യാനും കഷ്ടതകൾ അനുഭവിക്കാനും അതിനുവേണ്ടി ഓടി നടക്കാനും അത് സ്ഥാപിക്കാൻ വേണ്ടി അങ്ങേയറ്റം സ്ട്രെയിൻ എടുക്കാനുമൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാർ സമയം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹസൻ മുസ്ലിയാരുടെ ഹയാത്ത് കാലത്ത് അവിടുത്തെ ശത്രുക്കളൊക്കെ തന്നെ അവരെ വല്ലാതെ ഭയത്തോടെ വീക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ മഹത്തായ സഹായം, അവന്റെ ഇഷ്ടദാസന്മാരുടെ മദത്, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന മണ്ഡനങ്ങളിലുമൊക്കെ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ ഇടപെട്ടപ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരു വല്ലാത്ത ഇതിഹാസം രചിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മിമ്പറുകൾ ഖുതുബ പരിഭാഷ എന്ന് പറയുന്ന ഒരു തെറ്റായ കീഴ്വഴക്കത്തിലേക്ക് വഴുതി മാറുമെന്നൊരു ഘട്ടം വന്നപ്പോ അതിനെതിരിൽ അരയും തലയും മുറക്കി ഹസൻ മുസ്ലിയാരുടെ രംഗപ്രവേശനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മുത്തുനബിന്റെ കാലത്തുള്ള സഹിഹായ ഖുതുബയുടെ രീതി ഇന്ന് നമ്മുടെ നാട്ടിലെ പല മിമ്പറുകൾക്കും അന്യമായി പോകുമായിരുന്നു എന്നത് ഹസൻ മുസ്ലിയാരുടെ ഇതുമായി ബന്ധപ്പെട്ട പടയോട്ടത്തിന്റെ ചരിത്രങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുതുബ പരിഭാഷയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിന്റെ വിരോധികളായ പുത്തൻവാദികളുടെ എല്ലാ വിധത്തിലുള്ള വാദങ്ങളെയും തകർത്തു തരിപ്പണമാക്കി കോടതികളിൽ നിന്ന് കോടതികളിലേക്കുള്ള അവരുടെ പ്രയാണത്തിനെല്ലാം അറുതി വരുത്താൻ ബഹുമാനപ്പെട്ട ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാരുടെ പടയോട്ടത്തിന് സാധിച്ചു. അൽ ബറാഹീനുൽ ഖംസ അലാ തഹരീമി തർജമത്തിൽ ഖുതുബ പരിഭാഷ ഹറാമാണെന്നതിനുള്ള 5 ലക്ഷ്യങ്ങൾ എന്ന പേരിൽ ഹസൻ ഉസ്താദ് എഴുതിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകം, വാസ്തവത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്തൊക്കെ സംശയങ്ങളുണ്ടോ ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ഖുതുബ പരിഭാഷ അത് ദീനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വസ്തുതാപരമായി മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പുസ്തകം വായിച്ചാൽ മതിയാവും. അത്രയും സമർത്ഥമായി അത്രയും തെളിവുകളും അതേപോലെ തന്നെ ന്യായങ്ങളും കൃത്യമായി സമർത്ഥിച്ചുകൊണ്ടുള്ള ഒരത്ഭുതമായ ബുക്ക് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത്. അദ്വൈതത്തിൽ ജീവിച്ച കാലം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു. കുറഞ്ഞ കാലമാണ് ജീവിച്ചതെങ്കിലും ആ ജീവിതം കൊണ്ട് ഈ ഉമ്മത്തിനു വലിയ സേവനം നൽകിയ
ഷെയ്ഖുനായുടെ ദർജ അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ സഅയുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അവരുടെ മഹത്തായ സേവനങ്ങളുടെയും അതേപോലെ തന്നെ മാതൃകയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവരുടെയും നേരത്തെ നമ്മൾ അനുസ്മരിച്ച പതി ഉസ്താദ് അടക്കം ഈ മാസത്തിൽ വഫാത്തായിട്ടുള്ള മുഴുവൻ മഹാന്മാരുടെയും പേരിൽ ഫാത്തിഹയും അതേപോലെ തന്നെ മറ്റു സാധിക്കുന്നത്ര ഖൈറുകളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാനുള്ള സന്മനസ്, നിർബന്ധ ബുദ്ധി ജീവിതത്തിൽ എപ്പോഴും കാണിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ഒറിജിനൽ രൂപമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് മനസ്സിലാക്കുകയും അത് നിലനിർത്താനും അത് പ്രചരിപ്പിക്കാനും ആവശ്യമായ ഓരോ മേഖലയിലും നമ്മളെ കൊണ്ടാവുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് ആ മഹാന്മാരോട് കൂടെ കൂടാനുള്ള ഒരു വേദി ഒരുക്കാനും വഴി തുറക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കുക എന്ന് നമ്മുടെയൊക്കെ കടമയും ബാധ്യതയുമാണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരോടൊപ്പം അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.